ലോകകപ്പിലെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലെ ക്ലാസിക് പോരിലൊന്നായ യൂറോപ്യന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരത്തിനാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ലമിൻ യമാലിന്റെ സ്പെയിനും. ലോകകപ്പ് കിരീടം നേടാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന രണ്ട് ടീമുകൾ. ഈ പോരിന് ശേഷം ഒരാൾക്ക് നാട്ടിലേക്ക് മടങ്ങാം, മറ്റൊരാൾക്ക് കിരീട പ്രതീക്ഷയിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറാം. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 മത്സരം നടക്കുന്നത്. ഇത് തന്റെ അവസാന ലോകകപ്പാണെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ഒരുപക്ഷെ നാളെ ക്രിസ്ത്യാനോയുടെ പോർച്ചുഗൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചേക്കാം. അതല്ല മറിച്ചാണെങ്കിൽ റൊണോയുടെ അവസാന ലോകകപ്പ് മത്സരമായി അത് മാറും. സ്പെയിനും പോർച്ചുഗലും ഇതുവരെ 41 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയത്. അതിൽ 18 വിജയവും സ്പെയിനിനായിരുന്നു. പോർച്ചുഗൽ 6 മത്സരങ്ങളിൽ വിജയിച്ചപ്പോൾ 17 മത്സരങ്ങൾ സമനിലയിൽ കലാശിക്കുകയായിരുന്നു. അവസാനമായി ഇരു ടീമും തമ്മിൽ ഏറ്റുമുട്ടിയത് കഴിഞ്ഞ യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ. അന്ന് 90 മിനിറ്റും അധിക സമയവും കഴിയുമ്പോഴും ഇരു ടീമും 2 ഗോളുകൾ നേടി സമനിലയായതിനാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. ഷൂട്ടൌട്ടിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് പോർച്ചുഗൽ കിരീടം ചൂടി. ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കോങ്കോയോട് സമനിലയിൽ കുരുങ്ങിയ പോർച്ചുഗൽ രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തകർത്തു. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ കൊളംബിയയോട് ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങി രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് പോർച്ചുഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നോക്കൌട്ട് ഘട്ടത്തിൽ ലൂക്ക മോഡ്രിച്ച് നയിക്കുന്ന ക്രൊയേഷ്യക്കെതിരെ 1 ഗോളിന് പിന്നിലായ ശേഷം 2 ഗോളുകൾ തിരിച്ചടിച്ചാണ് റൊണോയും സംഘവും പ്രീ ക്വാർട്ടറിൽ എത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ കേപ്പ് വെർദെയുമായി ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങിയ സ്പെയിൻ രണ്ടാം മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലോകകപ്പ് ജേതാക്കളായ ഉറുഗ്വേയെ എതിരില്ലാത്ത 1 ഗോളിന് പരാജയപ്പെടുത്തി 1-ാം സ്ഥാനക്കാരായിട്ടാണ് സ്പെയിൻ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. നോക്കൌട്ടിൽ ഓസ്ട്രിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് സ്പെയിൻ പോർച്ചുഗലിനെ നേരിടാനെത്തുന്നത്. ഈ ലോകകപ്പിൽ കളിച്ച 4 മത്സരങ്ങളിലും സ്പെയിൻ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. മുന്നേറ്റ നിരയിലെ സൂപ്പർ താരങ്ങൾക്കൊപ്പം പ്രതിരോധ നിരയും ഫുൾ ബാക്കുകളും ഒരുപോലെ തിളങ്ങുന്നത് സ്പെയിനിനെ ഈ ടൂർണമെന്റിലെ ഏറ്റവും ഭയപ്പെടേണ്ട ടീമാക്കി മാറ്റുന്നു. അതേസമയം പോർച്ചുഗൽ ആവട്ടെ 8 ഗോളുകൾ അടിച്ചപ്പോൾ 2 ഗോളുകളാണ് വഴങ്ങിയത്. പോർച്ചുഗൽ നിരയിലെ ഏറെ ശ്രദ്ധേയമായ കാര്യം ലോകോത്തര മധ്യനിരയാണ്. എന്നാൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം മധ്യനിര കാഴ്ചവെക്കാത്തത് റോബർട്ടോ മാർട്ടിനസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ആരും മുന്നേറുമെന്ന്.